ഖനിക്ക് 18 വയസ്സായപ്പോൾ അച്ഛൻ മൈത്രേയൻ എഴുതിയ ഒരു ലെറ്ററാണ്. അപ്പൊ ആ ലെറ്റർ ഇന്നത്തെ നമ്മുടെ ഈ സോഷ്യൽ ഈ ഒരു സെറ്റപ്പിൽ അതിന് എത്രത്തോളം റെലവൻസ് ഉണ്ട്? എനിക്ക് 18 വയസ്സായപ്പോ തന്നതാണ്, ഉറപ്പായിട്ടും പേഴ്സണൽ ആയിട്ടുള്ള ലെറ്റർ ആണ്. പക്ഷെ അന്ന് എനിക്ക് കത്ത് കിട്ടുമ്പോ എന്റെ ആ മാസം ഞാൻ ഒരു കൂട്ടുകാരിയെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഐ മീൻ വി മെറ്റ് ഓൺ എ ക്യാമ്പ്. അപ്പം അവര് പൂനെയിലുള്ള ഒരു കുട്ടിയായിരുന്നു. അന്ന് എനിക്ക് ഇംഗ്ലീഷ് നേരെ സംസാരിക്കാൻ അറിയില്ല, അത്രയ്ക്ക് അവൾക്കും അറിയില്ല. പക്ഷെ ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരായി. ആ സമയത്താണ് എനിക്ക് ഈ കത്ത് മൈത്രേയൻ എന്റെ ബർത്ത്ഡേക്ക് വരുന്നത്. അന്ന് ഞാനപ്പം എനിക്ക് ഭയങ്കര ഓവർവെൽമിങ്, അത് വായിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരികയാണ്. നമുക്കൊരു ഒന്നാമത് വളർത്തുമ്പോഴേ ആ പറയുന്ന ഭാഷ അല്ലെങ്കിൽ എന്താണ് ആ കാര്യം എന്ന് എനിക്ക് അറിയാം. പക്ഷെ നമുക്കതൊരു കത്തായിട്ട് കയ്യിൽ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോ നമുക്കൊരു ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കുമ്പോൾ അതിനൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എഴുതുന്നു എന്നാണ് മൈത്രേയൻ എഴുതിയിരുന്നത്. അപ്പൊ അത് ഞാൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പൊ ഇവള് എന്നോട് ചോദിച്ചു എന്താണിത്. അപ്പം ഞാൻ എന്റെ മറ്റേ മുറി ഇംഗ്ലീഷിലൊക്കെ എങ്ങനെയെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ അവൾക്കും മനസ്സിലാവില്ലേ. അപ്പൊ ആളും ഭയങ്കര ഓവർവെൽഡ് ആയി. അപ്പം തന്നെ അന്നേ എനിക്ക് അറിയാം ഇത് ഒരു പെൺകുട്ടികൾക്ക് മാത്രമേ ഞാൻ വിചാരിക്കുന്നില്ല. അത് ഉറപ്പായിട്ടും പെൺകുട്ടികൾക്കാണ് കൂടുതൽ. പക്ഷെ ഉറപ്പായിട്ടും ഒരു ആൺകുട്ടി വായിക്കുകയാണെങ്കിലും അവർക്കും ഒന്ന് മാറി ചിന്തിക്കാൻ, ഇങ്ങനെ ഒരു അച്ഛൻ ഇങ്ങനെ ഒരു മകൾക്ക് എഴുതുമല്ലേ അപ്പോൾ എന്നുള്ള രീതിയിൽ അവർക്കും കാണാവുന്നതാണ്. ഏതൊരാൾക്കും അങ്ങനെ വായിക്കാവുന്നതാണത്. അപ്പൊ അന്നേ അത് തോന്നിയിരുന്നു. പിന്നെ അടുപ്പമുള്ള ചില കൂട്ടുകാരൊക്കെ അത് വായിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും എപ്പോഴും ഒരുപാട് ഓവർവെൽഡ് ആവാറുണ്ട് അത് വായിക്കുമ്പോ. അയ്യോ എനിക്കിങ്ങനെ എന്റെ അച്ഛൻ എഴുതിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആരെങ്കിലും ഒരാൾ പറയാനുണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പോ ഈ റീമ കലിംഗൻ ഒരു റാണിമാർ പത്മിനിമാർ അങ്ങനെ ഒരു പുസ്തകം എഡിറ്റ് ചെയ്ത് ഈ ദിലീപ് രാജേട്ടൻ എഡിറ്റ് ചെയ്തിട്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തില് പല സ്ത്രീകളോടും അവരുടെ ഒരു യാത്ര അല്ലെങ്കിൽ അവർക്ക് പറയാൻ തോന്നിയൊരു കാര്യം, അങ്ങനെ ഒരു എഴുത്തായിരുന്നു അത്. അതിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു അത്. അതില് ഞാൻ ഇങ്ങനെ ഒരു കത്തിനെ പറ്റി ഇങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ ദിലീപ് ഏട്ടൻ പറഞ്ഞിരുന്നു നിനക്ക് കത്ത് പ്രസിദ്ധീകരിക്കാൻ കുഴപ്പമില്ലെങ്കിൽ. അപ്പൊ എനിക്കും തോന്നി, ഞാനും ദിലീപ് ഏട്ടനും ചോദിച്ചു ഇത് ചെയ്താലോ അത്. അങ്ങനെ ആ പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ പേജിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മുമ്പേ, സോഷ്യൽ മീഡിയ വെർച്വൽ വേൾഡിലല്ല, പുസ്തകത്തിലായിട്ട്. അങ്ങനെ ഇരുന്ന് ഇതുപോലെ എന്റെ അന്നത്തെ കൂട്ടുകാരി, അവളുടെ പേര് മൈത്രേയി എന്നാണ്. അപ്പൊ ആള് ഒരു ദിവസം എന്നോട് പറഞ്ഞു കനി ഞാനിത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പിന്നെ മറാഠിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് പൂനെയിലുള്ള എന്റെ കൂട്ടുകാർക്കൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അവള് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവൾ ഇംഗ്ലീഷിൽ ഒത്തിരി റഫായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പൊ എന്റെ പാർട്ട്ണർ ഇന്നാള് അത് കുറച്ചും കൂടെ വൃത്തിയാക്കിയിട്ട്, അപ്പൊ നമ്മളിങ്ങനെ ഒരു വൃത്തിയായിട്ട് ആളുകൾക്ക് വായിക്കാവുന്ന വിധത്തിലൊന്നാക്കി ഞാൻ ചെയ്തു. അത് ഇപ്പൊ ഈ റെലവൻസ് എന്ന് പറഞ്ഞത് അതിലെ പല കാര്യങ്ങളും ഞാനും മൈത്രേനും പിന്നെ വായിക്കുമ്പോ അത് ഇങ്ങനെ എഴുതായിരുന്നു അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ ഞങ്ങൾ വിചാരിക്കാറുണ്ട്.